അപ്സ്റ്റെയർ വേക്കന്റ് അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കേ, അപ്പ തെളിഞ്ഞു വരും യഥാർത്ഥ പ്രതിയുടെ മുഖം. പോലീസിനോട് ഇങ്ങനൊന്നും സംസാരിക്കരുത്. ഡാ ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി, ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണ്ട. വേണ്ടെങ്കിൽ വേണ്ട, സഹായിക്കാൻ വന്നാ ഞാൻ. എന്റെ സഹായം വേണ്ടെങ്കിൽ വേണ്ട. ഞാനങ്ങ് മാറി. മാഡം ഇനിയും കസ്റ്റഡിയിൽ എടുക്കുവോ കൊണ്ടുപോവോ എന്താന്ന് വെച്ചാൽ ചെയ്തു. ഞാൻ എവരായി എവരുടെ വാടായി. ഒരു പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുമ്പോ അന്വേഷണ ഉദ്യോഗസ്ഥര് പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട് ഈ നാട്ടില്. അതൊക്കെ പാലിച്ചിട്ടാണോ അച്ഛനെ നിങ്ങൾ കൊണ്ടുപോകുന്നത്? അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ലടി. വേണമെങ്കിൽ നിന്നെ ഇപ്പൊ തന്നെ ഞാൻ കൊണ്ടുപോകും. കാണണോ നിനക്ക്? കാണണം. നിങ്ങളല്ല ഡിപ്പാർട്ട്മെന്റ്, നിങ്ങളല്ല നിയമവും. ഈ അഹങ്കാരത്തിന് കോടതിയുടെ മുൻപിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. നിങ്ങളുടെ തൊപ്പി തെറിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പിന്നെ ദേവിക എന്നായിരിക്കില്ല. അച്ഛൻ ധൈര്യമായിട്ട് വെക്കോ, വക്കീലുമായിട്ട് ഞാൻ വന്നോളാം. ഇങ്ങോട്ട് പോടോ. മാഡം മാഡം എന്നെ വിട്. ഞാൻ എന്ത് തെറ്റ് ചെയ്താ മാഡം? മാഡം ഞാൻ എന്ത് തെറ്റിയിട്ടോ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നേ? എന്താ നീ കാണിക്കുന്നേ? എന്തിനാ ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നേ? നടേശൻ സാറിനെ കൊന്നത് ഇയാളാണെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതൊന്ന് ചോദിച്ചറിയാൻ വേണ്ടി കൊണ്ടുപോകുന്നതാ. ഏയ് അതൊന്നും വേണ്ട, എനിക്ക് ഇവരാരെയും സംശയമില്ല. ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ, അതൊക്കെ മാറി. പാവം ഇവരെയൊക്കെ കസ്റ്റഡിയിലെടുത്താൽ ശാപം കിട്ടും. സോറി അച്ഛ, ഇങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. കേട്ടോ റൂബി, എന്റെ അച്ഛന്റെ മരണത്തിന് എനിക്കാരെയും സംശയമില്ല. അതുകൊണ്ട് മേലിൽ കേസ് അന്വേഷണം ഒന്നും പറഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എങ്ങനെ മാപ്പ് പറയണമെന്നറിയില്ല. അച്ഛൻ മരിച്ചപ്പോഴുണ്ടായ ഷോക്കില് ഞാൻ പല അബദ്ധങ്ങളും ചെയ്തു കൂട്ടി. അത് ഈ റൂബിയോട് പറയുകയും ചെയ്തു. പക്ഷെ ഇവളത് ഗൗരവത്തിലെടുക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇനിയൊരിക്കലും നിങ്ങളെ ആരെയും ഞാൻ ശല്യം ചെയ്യില്ല. ഇതെന്റെ ഉറപ്പ്, ചന്ദ്രയുടെ ഉറപ്പ്. പോലീസിന്റെ സംശയം നടേശൻ സാറിന് വിഷം കൊടുത്തത് ഇവർ രണ്ടുപേരും ചേർന്നാണ്. ശുദ്ധ നുണ. അല്ലെങ്കിൽ ഭാവനയിൽ മെനഞ്ഞുണ്ടാക്കിയ വെറും കഥ. ഒരാളെ കൊല്ലണമെങ്കിൽ തക്കതായ കാരണം വേണ്ടേ? എന്താ ഈ കേസിൽ ആ കാരണം? അത് കണ്ടുപിടിക്കാനാണല്ലോ പോലീസ്. അവരതിന് ശ്രമിച്ചപ്പോഴാണല്ലോ ചന്ദ്ര അതിലിടപെട്ടത്. ആ എസ് ഐ ചന്ദ്രയുടെ ഫ്രണ്ട് ആയോണ്ടാ ചന്ദ്ര പറയുന്നതും കേട്ട് ഒന്നും മിണ്ടാതെ തിരിച്ചു പോയത്. റൂബിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഇവരെ രണ്ടുപേരും തൂക്കിക്കൊണ്ടുപോയത്. ഞാനിപ്പോ ഒരു തിരിച്ചറിവിന്റെ പാതയില.
എന്റെ അച്ഛനെ കൊന്നത് ഇവരാണെന്ന് മറ്റാരെക്കാളും ശക്തമായിട്ട് മുൻപ് ഞാൻ വിശ്വസിച്ചിരുന്നു. അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. തെറ്റുപറ്റാത്ത മനുഷ്യരില്ലല്ലോ. തെറ്റ് പറ്റുമ്പോഴല്ല, അത് തിരുത്തുമ്പോഴാണ് മനുഷ്യൻ ശരിക്കുള്ള മനുഷ്യനാവുന്നത്. ഞാനിപ്പോ അങ്ങനെ ഒരാളാ. ഇനി ഞാൻ ഒരിക്കലും ആരെയും ദ്രോഹിക്കില്ല. എനിക്ക് ചേച്ചിയോട് മാത്രമായിട്ട് അല്പം സംസാരിക്കാനുണ്ട്. പറഞ്ഞു. എല്ലാവരുടെയും മുൻപിൽ വെച്ച് വേണ്ട, നമുക്കങ്ങോട്ട് മാറി നിൽക്കാം. ചെല്ലുമോ? ഒന്നാലോചിച്ച നമ്മൾ രണ്ടുപേരും ഒരേ തോണിയിലെ യാത്രക്കാരാ. എനിക്കും ആരുമില്ല, ചേച്ചിക്കും ആരുമില്ല. ഒരർത്ഥത്തില് അനാഥര നമ്മളിപ്പോ. ഇങ്ങനൊരവസ്ഥയില് എന്തിനാ വെറുതെ പരസ്പര ശത്രുക്കളായിട്ട് ജീവിക്കുന്നേ? ഞാനല്ലല്ലോ, ചന്ദ്രയല്ലേ എന്നെ ശത്രുവായിട്ട് കാണുന്നത്. ആ തെറ്റ് ഞാൻ തിരുത്താൻ പോവാ. അതിന്റെ തുടക്കം ഇപ്പൊ ഇവിടെ കണ്ടത്. എനിക്കിനി ആരോടും പോരാടാൻ വയ്യ ദേവിയേച്ചി. മടുത്തു. അതുകൊണ്ട് ഇതുവരെ ചെയ്ത എല്ലാത്തിനും ചേച്ചി എനിക്ക് മാപ്പ് തരണം. ഇനി അങ്ങോട്ട് ഒരിക്കലും ഞാൻ ചേച്ചി ദ്രോഹിക്കില്ല. ചേച്ചിയുടെ ഭാഗത്തുനിന്നും അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നാ എനിക്ക് ആഗ്രഹം. ചന്ദ്രനല്ല, ആരെയും ഞാൻ ദ്രോഹിക്കാറില്ല. അതെന്റെ രീതിയോ അല്ല. എങ്കിൽ നല്ലത്. ചേച്ചിക്ക് എല്ലാ നന്മകളും വരട്ടെ. ഇനി റൂബി ഒരിക്കലും നിങ്ങൾ അന്വേഷിച്ച് വരില്ല. പോട്ടെ. എന്ത് നല്ല കുട്ടിയാ ചന്ദ്രലേഖ. അവളിവിടെ വന്നില്ലായിരുന്നെങ്കിൽ മനോഹരനെ ഇപ്പൊ പോലീസ് കൊണ്ടുപോയേനെ. ഇപ്പൊ മനസ്സിലായില്ലേടി നീ മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം?